എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങളുടെ കല്യാണം അറേഞ്ച് മാരേജ് ആയിരുന്നോ ലവ് മാരേജ് ആയിരുന്നോ എന്ന്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ലവ് മാരേജ് ആയിരുന്നോ എന്നാണ്. അറേഞ്ച് മാരേജ് ആയിരുന്നോ എന്ന് ആൾക്കാരധികം ചോദിക്കൽ കുറവാണ്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. നമ്മുടെ ഭാരത് മാട്രിമോണിയൽ വഴി ഞങ്ങൾ രണ്ടുപേരും പ്രൊഫൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് സ്വപ്ന ആൻറ്റി, ജിതിയുടെ ആൻറ്റി എൻ്റെ അമ്മേനെ വിളിക്കുമായിരുന്നു. അത് കറക്റ്റ് എൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു വിളിച്ചത്. പിന്നെ എല്ലാം ചെലബടേന്നായിരുന്നു. അതും കൊറോണ ടൈമായിരുന്നു. സെക്കൻഡ് കൊറോണ തുടങ്ങുന്ന സമയത്തായിരുന്നു. ഒരു മെയ് 24 എൻ്റെ ബർത്ത്ഡേ. അന്നാണ് വിളിക്കുന്നത്. പിന്നെ ജൂണിൽ പെണ്ണ് കാണാൻ വന്നു. ജൂലൈ ആയപ്പോഴത്തേനും ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എല്ലാം കണ്ണടച്ച് തുറക്കണേക്കാൾ മുന്നേ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ സമയത്ത് എനിക്കെന്തോ ഈ ആൾക്കാർ ചേട്ടാ എന്നൊക്കെ വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ആദ്യം എടോന്നാണ് ജിതിനെ വിളിച്ചത്. അത് ജിതിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് കല്യാണം ഉറപ്പിച്ചുകൊണ്ട് നമ്മളോടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. പിന്നെ ഞങ്ങളുടെ ആ ഒരു സമയത്ത് ഒരു വിളിയായിരുന്നു, മോനൂസേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ എറണാകുളം സൈഡിൽ വിളിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങി അവസാനം കല്യാണം കഴിഞ്ഞ് മോനൂസേ പറഞ്ഞു അവസാനം അത് മോനയിലെത്തി. പിന്നെ ഞാൻ കൂടുതലും ജിതി എന്നാണ് പേര്, ജിതി എന്നാണ് വിളിക്കുന്നത്. പിന്നെ സ്നേഹം കൂടുമ്പോൾ ഓമന കുട്ടാന്ന് വിളിക്കും. അങ്ങനെ പിന്നെ എന്നെ കൂടുതലും രേഷു എന്നാണ് വിളിക്കുന്നത്. പിന്നെ സ്നേഹം കൂടുമ്പോൾ കുട്ടാന്ന് വിളിക്കും. അങ്ങനെ എൻ്റെ കുട്ടനും പൊട്ടനൊക്കെയാണ്. ചിലപ്പോൾ ഈ വിലയൊക്കെ കേട്ടിട്ടായിരിക്കും ആൾക്കാർ ചോദിക്കുന്നത് ഞങ്ങൾ കല്യാണം അറേഞ്ച് മാരേജ് ആയിരുന്നു ലവ് മാരേജ് ആയിരുന്നോ എന്ന്. അപ്പം ഈ വീഡിയോ അത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ഒരു കുഞ്ഞ് സ്റ്റോറി. അപ്പോൾ ബൈ.